മികച്ച പ്രേക്ഷക പ്രതികരണം നേടുകയാണ് സ്വതന്ത്ര പരീക്ഷണാത്മക സിനിമകളുടെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന IEFFK. കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുന്ന ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന മിക്കവാറും സിനിമകൾക്കും നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. പരീക്ഷണാത്മക സിനിമകളെ സ്നേഹിച്ച ഒരു പറ്റം സിനിമാ പ്രേമികളുടെ കൂട്ടായ്മ ഒരു പതിറ്റാണ്ടിലധികമായി കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. 14 മലയാള സിനിമകൾ, 12 ഇന്ത്യൻ സിനിമകൾ, 5 ലോക സിനിമകൾ എന്നിവയാണ് പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന മേളയിൽ ഇതുവരെ പ്രദർശിപ്പിച്ച സിനിമകളെല്ലാം പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയവയാണ്. കിസ് വാഗോൺ, വിക്ടോറിയ, റിതം ഓഫ് ദ മം, ഐ ആം രേവതി, സിന്ദാഹെ, ഉജാൻ സ്റ്റോറി എന്നീ സിനിമകൾക്കെല്ലാം ഏറെ പ്രേക്ഷക പ്രീതി നേടാനായെന്ന് സംവിധായകൻ പ്രതാപ് ജോസഫ് പറഞ്ഞു. ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എഡിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു വേൾഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ രീതിയിൽ ലോക സിനിമകൾ, ഇന്ത്യൻ സിനിമകൾ, മലയാള സിനിമകൾ ഉൾപ്പെടുന്ന പാക്കേജാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു ശ്രീലങ്കൻ സംവിധായകൻ നദി വാസല മുതലിയാരാച്ചിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. മറ്റ് കേരളത്തിന് പുറത്തുള്ള നിരവധി സംവിധായകരും ഡെലിഗേറ്റ്സും ഒക്കെ ഫെസ്റ്റിവലിന് വരുന്നുണ്ട്. ഇതൊരു ഏതാണ്ട് ഒരു കൊല്ലം നീളുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാ വർഷവും ഈ മെയ് മാസത്തിലാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഏതാണ്ട് നമുക്കൊരു 100ഓളം സിനിമകൾ നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് അയച്ചു വന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 30 സിനിമകളാണ് ഈ ഫെസ്റ്റിവലിലുള്ളത്. ഈ 30 സിനിമകളിൽ ഏതാണ്ട് 15ഓളം സിനിമകളുടെ കേരളത്തിലെ ആദ്യത്തെ പ്രദർശനമാണ്. ഓരോ സിനിമാ പ്രദർശനത്തിനു ശേഷവും സംവിധായകരുമായി പ്രേക്ഷകർക്ക് 1 മണിക്കൂർ സംവദിക്കാനുള്ള അവസരവും ഒരുങ്ങുന്നുണ്ട്. നിധി സക്സേന സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം സാഡ് ലെറ്റേഴ്സ് ഓഫ് ആൻ ഇമാജിനറിയാണ് സമാപന ചിത്രം. തെരഞ്ഞെടുക്കുന്ന മികച്ച ചിത്രത്തിന് 50,000 രൂപ ക്യാഷ് അവാർഡും നൽകും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.